ആശാപ്രവർത്തകരുടെ സമരം 54-ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ തീരുമാനം ആശാ വർക്കർമാർ അറിയിക്കട്ടെ എന്ന നിലപാടിലാണ് മന്ത്രിയുടെ ഓഫീസ്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ പഠന സമിതിയെ നിയോഗിക്കാമെന്നാണ് സർക്കാർ നിലപാട്. ഈ നിർദ്ദേശം ബാക്കിയുള്ള മുഴുവൻ സംഘടനകളും അംഗീകരിച്ചിരുന്നു. ഓണറേറിയം വർധന പ്രഖ്യാപിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. രാത്രി തന്നെ NHM-ന്റെ അവിടെ നിന്ന് ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥയോട് ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു. 2 മാസം പിന്നിട്ടിട്ട് ഇനി ഒരു സമിതിയെ വെച്ച് 3 മാസം കഴിഞ്ഞ് അതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? 1000 രൂപയിൽ നിന്ന് 7000 രൂപയായി വർദ്ധിപ്പിച്ചത് ഏത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ്? ഏത് പഠനം നടത്തിയിട്ടാണ്? അതാദ്യം മന്ത്രി വ്യക്തമാക്കട്ടെ. ഏത് സംസ്ഥാനത്താണ് അങ്ങനെ സമിതി വെച്ച് ചർച്ച ചെയ്തിട്ട് കൊടുക്കുന്നത്? ഇളമന്റെ കാര്യം ഇന്നലെ രാവിലെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ വഴി അടച്ചുകൊണ്ട് പറഞ്ഞു ഓണറേറിയം വർദ്ധിപ്പിക്കില്ല എന്ന്. സർക്കാർ പറയേണ്ടുന്ന കാര്യം, സർക്കാർ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഒരു തൊഴിലാളിയുടെ നേതാവ് പറയുന്നത്? വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ട്രേഡ് യൂണിയനുകളുമായി ഒപ്പമുള്ള ഒരു ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് കൂടി കടക്കുകയാണോ സമരസമിതി? ഏത് തരത്തിൽ ഇതിലൊരു സമവായം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ ഒരു കമ്മീഷനെ അല്ലെങ്കിൽ വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം, പഠന സമിതി വരട്ടെ എന്നുള്ളതിന് അതിനൊപ്പം നിൽക്കണ്ട എന്നൊരു പൂർണ്ണമായ ഒരു തീരുമാനമുണ്ടോ സമരസമിതിക്ക്? അപർണ, 2 മാസത്തിനടുത്താവുകയാണ് ഈ സമരം ആരംഭിച്ചിട്ട്. പക്ഷേ സമരം എങ്ങും എത്താത്തൊരു നിലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ചർച്ച നടന്നെങ്കിലും സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കാമെന്നാണ്. ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത്, പെൻഷൻ ആനുകൂല്യം, ഇതെല്ലാം തന്നെ പഠിക്കുന്നതിന് 3 മാസ കാലയളവിലേക്ക് ഒരു സമിതിയെ നിയോഗിക്കാൻ ട്രേഡ് യൂണിയനുകളും ഇത് അംഗീകരിച്ചു. പക്ഷേ ആശമാർ പറയുന്നത് ഈ 2 മാസം സമരം ചെയ്തത് ഇങ്ങനെ ഒരു സമിതിയെ നിയോഗിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സമരം തുടങ്ങിയപ്പോൾ തന്നെ ഒരു സമിതിയെ നിയോഗിക്കാമായിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന് പറയാമായിരുന്നു. ഘട്ടം ഘട്ടമായെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം. 21,000 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. ആദ്യ ഘട്ടമെന്ന നിലയിൽ 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സമിതി പരിശോധിക്കട്ടെ എന്ന ഒരു നിർദ്ദേശം ആശമാർ മുന്നോട്ട് വെച്ചു. മാത്രമല്ല, ആശമാർ പറയുന്നത് ഇനി ഈ ചർച്ചയിൽ ട്രേഡ് യൂണിയനുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു നടപടി ആവശ്യമില്ല. മന്ത്രിയും ആശമാരുടെ പ്രതിനിധികളും ആ തരത്തിലുള്ള ചർച്ച മതി എന്നൊരു കാര്യമാണ്. ഇന്ന് ചർച്ച തുടരാൻ സാധ്യതയുണ്ട് എന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ആശമാർ നിലപാട് അറിയിക്കട്ടെ. ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നെങ്കിലും ഔദ്യോഗികമായി അവർ അങ്ങനെ ഒരു നിലപാട് അറിയിച്ചിട്ടില്ലെന്നാണ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ചയില്ല. ചർച്ചയ്ക്ക് വഴിയടഞ്ഞ സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അപർണ, ചർച്ച മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളൊരു സൂചനകൾ വിനോദ് കൂടി നൽകുകയാണ്. ഏതായാലും ഈ വിഷയത്തിനകത്ത് ഒരു കമ്മീഷൻ വരണം എന്ന കാര്യത്തിൽ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന സമരസമിതി നേതാക്കന്മാരുടെ പ്രതികരണവും കേട്ടിരിക്കുന്നു.